പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിൽ അവതരിപ്പിക്കുന്ന ബാലകഥാ വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടിലെ നാടോടി കഥകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളുടെ മനസ്സ് കണ്ട കുട്ടികളുടെ കഥാകൃത്ത് ABV കാവിൽപ്പാട് അദ്ദേഹത്തിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കഥകൾ അവതരിപ്പിക്കുന്നു. നമ്മുടെ ബാല്യകാലത്തിലേക്ക് നിങ്ങളെ കുറച്ച് സമയത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ ഈ കഥകൾക്ക് കഴിയുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയറും ഒക്കെയായി പ്രതീക്ഷിച്ചോട്ടെ. കഥ കുരങ്ങന്റെ പാട്ട്. ഒരിക്കൽ ഒരു കുരങ്ങൻ മരത്തിൽ നിന്ന് കാൽ വഴുതി വീണു. വീഴ്ചയിൽ അവന്റെ വാലിന് സാരമായ പരിക്കുപറ്റി. ചികിത്സയ്ക്കായി ഒരു വൈദ്യനെ സമീപിച്ച കുരങ്ങന് തന്റെ വാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. വാല് മുറിച്ചു മാറ്റപ്പെട്ട കുരങ്ങന്റെ മട്ടുമാറി. അവൻ വൈദ്യനോട് പറഞ്ഞു, ഒന്നുകിൽ എന്റെ വാല് പഴയപടി വെച്ചു തരണം, അല്ലെങ്കിൽ വാല് മുറിച്ച ആ കത്തി എനിക്ക് തരണം. വൈദ്യൻ വശം കെട്ടു. മുറിച്ച വാൽ എങ്ങനെ ഒട്ടിച്ചു ചേർക്കും? ഗത്യന്തരമില്ലാതെ വൈദ്യൻ അവസാനം കുരങ്ങന് തന്റെ കത്തി കൊടുത്തു. കത്തിയുമായി നടക്കുന്ന വാലില്ലാ കുരങ്ങൻ വഴിയിൽ ഒരു പ്ലാവിൽ നിന്നും ചക്ക എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കുന്ന കുട്ടികളെ കണ്ടു. അവരോട് സഹതാപം തോന്നിയ കുരങ്ങൻ തന്റെ കൈവശമുണ്ടായ കത്തി എറിഞ്ഞ് ചക്ക വീഴ്ത്തി. കുട്ടികള് സന്തോഷത്തോടെ ചക്കയുമായി പോകാൻ ഒരുങ്ങുമ്പോൾ കുരങ്ങന്റെ മട്ടുമാറി. അവൻ പറഞ്ഞു, ഞാൻ എറിഞ്ഞു വീഴ്ത്തിയ ചക്കയാണ്, അതുകൊണ്ട് ചക്ക ഞാൻ എടുക്കും, കത്തി വേണേൽ നിങ്ങൾക്കെടുക്കാം. കുട്ടികള് അന്തം വിട്ടു നിൽക്കെ കുരങ്ങൻ കത്തി ഉപേക്ഷിച്ച് ചക്കയുമായി നടന്നു. ചക്കയുമായി പോകുന്ന കുരങ്ങനെ മുറ്റമടിക്കുന്ന ഒരു സ്ത്രീ കണ്ടു. അവൾക്കാണെങ്കിൽ നല്ല വിശപ്പ്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ കുരങ്ങനോട് അവൾ ചക്ക ആവശ്യപ്പെട്ടു. കുരങ്ങൻ ചക്ക അവൾക്ക് കൊടുത്തു. അവൾ ചക്ക മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പറഞ്ഞു, ഒന്നുകിൽ എന്റെ ചക്ക തിരിച്ചു തരണം, അല്ലെങ്കിൽ നീ എന്റെ കൂടെ പോരണം. കാര്യം കുഴങ്ങിയത് തന്നെ. തിന്നു കഴിഞ്ഞ ചക്ക എങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയും? ഏതായാലും അവൾ കുരങ്ങന്റെ കൂടെ പുറപ്പെട്ടു. പെണ്ണിനെയും കൊണ്ട് നടക്കുന്ന കുരങ്ങൻ ചക്കാട്ടി എണ്ണയെടുക്കുന്ന ഒരാളെ കണ്ടു. ചക്കാട്ടുന്ന ആളുടെ കഷ്ടം നേരിൽ കണ്ട കുരങ്ങൻ തന്റെ കൂട്ടത്തിലുള്ള പെണ്ണിനെ അയാളുടെ സഹായത്തിന് വിട്ടു. പകരം ആട്ടിക്കഴിഞ്ഞ എണ്ണ മുഴുവൻ കുരങ്ങൻ കൈക്കലാക്കി. എണ്ണയുമായി നടത്തം ആരംഭിച്ച കുരങ്ങൻ വഴിക്ക് എണ്ണയില്ലാതെ ദോശ ചുടുന്ന ഒരു അമ്മൂമ്മയെ കണ്ടു. കുരങ്ങൻ തന്റെ കയ്യിലുള്ള എണ്ണ അമ്മൂമ്മയ്ക്ക് കൊടുത്തിട്ട് അത് പുരട്ടി ദോശ ചുടുവാൻ ആവശ്യപ്പെട്ടു. അമ്മൂമ്മയ്ക്ക് എന്ത് സന്തോഷമായെന്നോ. പക്ഷേ എണ്ണ ഉപയോഗിച്ച് ദോശ മുഴുവൻ ചുട്ടു കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പഴയ സ്വഭാവമെടുത്തു. ഒന്നുകിൽ എന്റെ എണ്ണ മുഴുവൻ തിരിച്ചു തരണം, അല്ലെങ്കിൽ ചുട്ടെടുത്ത ദോശയൊക്കെ എനിക്ക് കിട്ടണം. പാവം അമ്മൂമ്മ. അവർ ദോശ മുഴുവൻ കുരങ്ങന് കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യും? ദോശയുമായി നടക്കുന്ന കുരങ്ങനെ വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരു ചെണ്ടക്കാരൻ കണ്ടു. അയാൾ കുരങ്ങനോട് ചോദിച്ചു. കുരങ്ങൻ ദോശ മുഴുവൻ അയാൾക്ക് കൊടുത്തു. ആർത്തിയോടെ ദോശ തിന്നു തീർത്ത ചെണ്ടക്കാരനോട് കുരങ്ങൻ പഴയ പല്ലവി ആവർത്തിച്ചു. ഒന്നുകിൽ എന്റെ ദോശ മുഴുവൻ തിരികെ തരണം, അല്ലെങ്കിൽ ആ ചെണ്ട എനിക്ക് കിട്ടണം. ദോശയ്ക്ക് പകരമായി ചെണ്ടക്കാരൻ അയാളുടെ ചെണ്ട കുരങ്ങന് നൽകി. ചെണ്ട കയ്യിൽ വന്ന കുരങ്ങന് ഒരു പാട്ട് പാടുവാൻ മോഹം. അവൻ ചെണ്ട കൊട്ടിക്കൊണ്ട് ഇങ്ങനെ പാടി നടന്നു. വാല് പോയി കത്തി കിട്ടിയിട്ടും ടും ടും, കത്തി പോയി ചക്ക കിട്ടിയിട്ടും ടും ടും, ചക്ക പോയി പെണ്ണ് കിട്ടിയിട്ടും ടും ടും, പെണ്ണു പോയി എണ്ണ കിട്ടിയിട്ടും ടും ടും, എണ്ണ പോയി ദോശ കിട്ടിയിട്ടും ടും ടും, ദോശ പോയി ചെണ്ട കിട്ടിയിട്ടും ടും 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 ടും. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ?